ഹിപ്പോപ്പൊട്ടാമസിന് പറയുന്നത് മതിലൊക്കെ ചാടിയിട്ടുണ്ട്. ഭയപ്പെടുത്തിയാൽ ഇവ ചത്തതുപോലെ അഭിനയിക്കുന്നു. ഇതെന്നെ തിരിച്ചു ഭയപ്പെടുത്തിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ടോഷ് ഷോട്ട്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടോഷ് ഷോട്ട്സിലൊരു കരാട്ടെ മോർണിംഗ് ആണ്. അച്ചൂസിൻ്റെ ഏട്ടന്മാർ മോനൂസ്, ഉണ്ണിയേട്ടൻ, അതുപോലെ കിച്ചുവേട്ടൻ ഒക്കെ ഭയങ്കര കരാട്ട പ്രാക്ടീസിൽ. അതെന്താ പരിപാടി നോക്കിയിരിക്കുകയാണ് അച്ചൂസ്. നമ്മുടെ പൊന്നൂസ് ആസ് യൂഷ്വൽ അവൻ്റെ ഓർഗണും പരിപാടി കേട്ടിരിപ്പുണ്ട്. എനിക്ക് നല്ലൊരു ചായ ഇട്ട് എന്നിട്ട് ചന്തു പതുക്കെ പോയിട്ട് കോഫിയൊക്കെ ഇങ്ങനെ കുടിച്ച് മോർണിംഗ് വൈബൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. കുട്ടികൾ ഫോട്ടോ എടുക്കാനുള്ള ആക്ഷനിലാണ് നിൽക്കണം. അതാണ് ഇളകാതെ നിൽക്കണം. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തു. അച്ചൂസേ ചേച്ചിയുടെ ചോദ്യം സ്വാഭാവികം. കാരണം ചേച്ചിയോട് പറയാതെ ഞാൻ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി വീഡിയോ എടുത്ത് അയ്യോ ഞാൻ ഈ കോലത്തിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ രണ്ട് ഏട്ടന്മാരെ പോകണം, മോനേട്ടനും ഉണ്ണിയേട്ടനും. പൊന്നൂനും കിച്ചനും കുറച്ചും കൂടിയും സമയമുണ്ട്. ഏട്ടന്മാർ പോകുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ അച്ചൂസിന്. ഈ രണ്ട് ഏട്ടന്മാരും കൂടി പോവായി. കണ്ടോ ഇങ്ങനെയാ പെട്ടെന്ന് ഈ ടോഷൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. പിന്നെ ഇവിടെ ചാട്ടവും ഓട്ടവും ബഹളവും കൺഫ്യൂഷൻ തീർക്കണമേ. ഇതാണ് പലരുടെ വീട്ടിലുള്ള അവസ്ഥ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പോലെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ. വേറെ ഒന്നും പറയാനില്ല മക്കളെ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഒന്ന് പെട്ടെന്ന് കുളിച്ചൊന്ന് പുറത്ത് ഇറങ്ങാന്ന് വെച്ചാൽ അത് നടക്കൂല. പക്ഷെ ഈ പ്രശ്നത്തിന് എന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഞാനൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് മമ എർത്തിന്റെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പോ പലരും നമ്മളിങ്ങനെ പെട്ടെന്ന് കുളിച്ച് ഒന്ന് ഇറങ്ങാം, എവിടെയെങ്കിലും ഇറങ്ങാം എന്ന് പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞുള്ള കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അതായത് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? മോയ്സ്ചറൈസ് ചെയ്യണം, അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ബ്യൂട്ടി സോപ്സുകളുണ്ട്. ആ സോപ്സ് ഒക്കെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് വേണ്ട ക്ലെൻസിങ് നടക്കില്ല. നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ഒക്കെ ചെയ്ത് വിടുമായിരിക്കും, പക്ഷെ വേണ്ട അത്ര ക്ലെൻസിങ് നടക്കില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉദിച്ചു വന്നപ്പോഴാണ് മമ എർത്തിന്റെ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കൺമുമ്പിൽ ഒന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് 2-in-1 പേർപ്പസ് എന്ന് പറയില്ലേ, അതുപോലെയാണ് മമ എർത്തിന്റെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ്. കണ്ടോ, ഈ പേരിൽ തന്നെ ഉണ്ട്. മോയ്സ്ചറൈസിങ്ങും ആണ്, ഇതൊരു ലോഷനും ആണ്. സോ നമുക്ക് വേണ്ട ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും എല്ലാം തന്നെ ഈ സോപ്പുകളിൽ കിട്ടും. 2 വേരിയന്റ് ഉണ്ട്. ഒന്ന് ഉപ്റ്റാൻ ആണ്. ഉപ്റ്റാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ലെമൺ ആൻഡ് ഹണി ഇതൊക്കെ ചേർത്ത് ഒരു കൂട്ടാണ് ഈ ഉപ്റ്റാൻ എന്ന് പറയുന്നത്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഈ വേരിയന്റ്. പിന്നെ ഇത് വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ്. സോ ഇങ്ങനെ 2 വേരിയന്റ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാണല്ലോ, വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഭയങ്കരമായിട്ട് സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് റേഡിയൻ്റ് ആയിട്ടും ഏറ്റവും നമ്മുടെ സ്കിന്നിനെ നറിഷിംഗ് ആയിട്ട് വെക്കുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്ന ഈ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ലെമൺ ആൻഡ് ഹണി ഇസ് ഓൾവേസ് എ മെഡിസിൻ. എല്ലാം മിക്സ് ചെയ്തിരിക്കുന്നതാണ് മമ എർത്തിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ്. ശരിക്കും നമ്മൾ കൺസ്യൂമേഴ്സിന് പല പ്രാവശ്യം ഒരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ വരാറുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ അടുത്ത് പറയും ഇത് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്, ഇത് ഓയിൽ കൺട്രോൾ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, ഫേസ് എലിമിനേറ്റ് ചെയ്യും.
പക്ഷെ ഇതൊക്കെ ശരിക്കും ആ ബ്രാൻഡ്, ആ പറയുന്ന ബ്രാൻഡുകൾ നമ്മളിലോട്ട് എത്തിക്കുന്നുണ്ടോ, ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനാണ്. ബട്ട് ഐ തിങ്ക് മമ എർത്ത് എപ്പോഴും അത് ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന മോയ്സ്ചറൈസിങ് ലോഷൻ, സോപ്പ് വരെ അവർ പറയുന്ന ആ കാര്യം ഡെലിവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് കരുതി വിശ്വസിക്കൊന്നും വേണ്ട. ഈ ഡൗട്ട് നിങ്ങളെ പോലെ തന്നെ എനിക്കും വന്നു. സോ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ ഒരു മോയ്സ്ചർ മീറ്റർ ടെസ്റ്റ് എടുത്തു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫുട്ടേജ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യും. സോ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മമ എർത്തിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് റിച്ച് ലാദറും നാച്ചുറലായിട്ട് ഫ്രാഗ്രൻസും ഉള്ളതാണ്. ആൻഡ് ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, ഡീറ്റാൻ ചെയ്യും ആൻഡ് മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വെക്കും. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളുടെ കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മമ എർത്തിന്റെ വെബ്സൈറ്റിലും ആപ്പിലൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 20% ഡിസ്കൗണ്ട് കിട്ടും. പ്ലാന്റ് ഗുഡ്നെസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മമ എർത്തിന്റെ ഓരോ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോഴും നമ്മളുടെ ഓർഡർ അവരുടെ വെബ്സൈറ്റിൽ ഒരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും. 2025 മമ എർത്ത് 1 million ട്രീസ് പ്ലാന്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഇനീഷ്യേറ്റീവിൻ്റെ എയിം. സോ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, മമ എർത്തിന്റെ പ്രോഡക്ട്സ് എല്ലാം ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എന്ന ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓൾസോ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും കിട്ടും. നിങ്ങളുടെ അടുത്തൊരു മമ എർത്ത് സ്റ്റോർ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ അറിയേണ്ട വേറൊരു വലിയൊരു കാര്യമുണ്ട്. മരം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ മെൻഷൻ ചെയ്യണം എന്ന് തോന്നി. ഡിസ്കൗണ്ട് ഒന്നുമില്ല. അതായത് വലിയ വലിയ മരങ്ങളുടെ അവിടെ കുറേ ആനിമൽസ് ഉള്ള സൂയിലേക്ക് ഞങ്ങൾക്ക് പോകണം എന്നുള്ളൊരു വലിയ ഇനീഷ്യേറ്റീവിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ മൊത്തം എയിം അവിടെയാണ്. 2025 വരെ ഒന്നുമില്ല, ഇപ്പം തന്നെ ഈ നിമിഷം നമ്മൾ ഇറങ്ങാണ്. ഞങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാൻ പോവാണ്. നമ്മള് പെണ്ണുങ്ങൾ വരെ ഇത്ര അതായത് മുമ്പ് എന്താ പറയാ, പെട്ടെന്ന് റെഡിയാവാൻ ചാൻസ് കൂടുതലാ. കാരണം മുഖത്ത് മൊത്തം താടിയാണല്ലോ. അപ്പൊ ഇത്രയും പോർഷൻ റെഡിയാക്കിയാൽ മതി. ഇപ്പൊ അങ്ങനെയല്ല. ഒരാള് ഗെറ്റപ്പ് ചേഞ്ചിൽ ഇപ്പൊ വരും. ഐറ്റമിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ദേ വന്നു അവിടെയാണോ താടി? താടി പോയിരിക്കുകയാണ്. അപ്പൊ ഇവരെന്നെ എന്തൊക്കെയോ കാര്യമായിട്ട് എന്നെ ഇവിടെ കിടന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. ഹലോ, അല്ല എന്നെ പറ്റി എന്തോ ഒരു കൊള്ളരുതാത്ത കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? മനസ്സിലായോ? പിന്നെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ അധികം നേരം സംസാരിക്കുന്നില്ല. ടിഷയുണ്ട്, അനിയത്തിയുണ്ട്, ചേച്ചിയുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് തൃശ്ശൂർ പോയിട്ട് വരണം. അവർക്ക് 1-2 പർച്ചേസ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ നേരെ ചൂസിനായിട്ട് അവന് ആദ്യമായിട്ട് കാഴ്ചബംഗ്ലാവ് സൂ കാണിക്കാൻ. അതെ, അപ്പൊ ഏട്ടന്മാരൊക്കെ സ്കൂളിലേക്ക് പോയിരിക്കും. അതിൽ മുന്നേ തിരിച്ചു വരണം. കാരണം ഏട്ടന്മാരെ ഇപ്പൊ കൊണ്ടുപോകാൻ നിവർത്തിയില്ല. കാരണം ഇവർക്ക് 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ വേറെ പോകുന്ന കാരണം അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അപ്പോൾ ഏട്ടന്മാരായിട്ട് ഞങ്ങൾ വേറെ പിന്നെ പോകും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, ഞങ്ങൾ കുട്ടികളെ കണ്ടിട്ട് വരാം. ബൈ. ഓക്കെ ഓക്കെ ഇതെന്താ കൂട്ടത്താരാട്ട് പാട്ടാ? മറ്റേ സംഘഗാനം എന്നൊക്കെ പറഞ്ഞ കാര്യം. സമൂഹഗാനം, സംഘത്താരാട്ട്, സമൂഹത്താരാട്ട്. ഞാന് 100 പ്രാവശ്യം മുതൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഇരിക്കൂല. കുട്ടി കയറിയിട്ടുണ്ട് ഷൂ കാണാൻ പോവാൻ. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ട്രിവാൻഡ്രത്തും തൃശ്ശൂരുമാണ് കേരളത്തിൽ സൂ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പഴശ്ശിനിക്കട ഉണ്ട്, അത് സ്നേക്ക് പാർക്കാണ്. അവിടെ ബാക്കി മൃഗജാലങ്ങൾ അല്ലെങ്കിൽ
ഉള്ളതായിട്ട് എനിക്ക് എൻ്റെ ഒരു അറിവിലില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ തൃശ്ശൂരിലുള്ള സംഭവം എന്ന് വെച്ചാൽ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ മൃഗശാല മാറ്റുകയാണെന്നുള്ള ന്യൂസ് കുറേ മുമ്പ് വന്നിരുന്നു. അപ്പോൾ മുഴുവൻ സാധനങ്ങൾ അവിടേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും കുറച്ച് ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് ഈ റൂട്ടിൽ വരുമ്പോൾ എപ്പോഴും അവിടെ ടൂറിസ്റ്റുകളെ കാണാം. അപ്പോൾ നമുക്ക് ഉള്ള മൃഗങ്ങൾ എന്തായാലും കാണാം. പുത്തൂരിലേക്ക് മാറ്റിയിട്ടില്ല എന്നാണ് അറിവ്. അവിടെ പോയിട്ട് ബാക്കി ഇൻഫർമേഷൻസ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ നിങ്ങളും അറിയാൻ സാധിക്കണം. ഇവിടെ ഞങ്ങൾ ചേച്ചിയുടെ കൂടെ ടീഷർട്ടിൻ്റെ കൂടെ കയറി തന്നെ ഒരാളോട് മൂക്കുത്തി പിടിച്ചിരിപ്പുണ്ട്. നോക്കട്ടെ ഒന്നുകൂടി വെച്ചേ. അപ്പോൾ ടീഷർട്ട് ചേച്ചിയുടെ പർച്ചേസും കഴിഞ്ഞ് ചന്തൂർ മൂക്കുത്തി വാങ്ങി ഇറങ്ങുമ്പോൾ അവിടെ ജ്വല്ലറിയിലുള്ളവർക്ക് കുറേ നിർബന്ധം ചില മോഡലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. അപ്പോൾ ചന്തൂർ മോഡലിനെ പോലെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിലേതോ ഒന്ന് കണ്ണ് വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഞാൻ ഇവിടെ തന്നെ വരേണ്ടി വരും. അങ്ങനെ നമ്മുടെ അച്ചൂസ് കുട്ടിക്ക് സൂ കാണിക്കാനായിട്ട് ഇവിടെ എത്തി. അപ്പോൾ എല്ലാവർക്കും നല്ല ദാഹം. ഓരോ കരിക്ക് കുടിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞു. എന്നെ കണ്ടപ്പോഴേക്കും ചന്തു തിരിഞ്ഞു നിൽക്കുന്നു ക്യാമറയായിട്ട്. എന്നിട്ട് മിണ്ടാതെ ഇതേ ശബ്ദം ഇവിടെ വരെ കേൾക്കാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി. പ്രത്യേക ഒരു കാര്യം ഓർക്കുക, ഇവിടെ കാർഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇല്ല. പിന്നെ വണ്ടി പോയിട്ട് നമ്മൾ ക്യാഷ് എടുത്ത് വന്നിട്ടാണ് കയറിയത്. എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണേ. പിന്നെ എവിടെ പോയാലും കിട്ടുന്ന ഈ ഒരു സ്നേഹം, ഇത് ഞങ്ങൾ കലാകാരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ ആ നല്ല ഓർമ്മകളിൽ ഞങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. എന്തായാലും എല്ലാവരോടും കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളങ്ങനെ സൂവിനകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സൂവിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഭയപ്പെട്ട പോലെ പുത്തൂരിലേക്ക് മുഴുവൻ കാര്യങ്ങൾ മാറ്റിയിട്ടില്ല. ഇവിടുന്ന് കുറച്ച് പക്ഷികളെ മാത്രമേ ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി എല്ലാ മൃഗങ്ങളും ഇപ്പോൾ ഇതിനകത്ത് തന്നെയുണ്ട്. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പക്ഷേ വ്ളോഗ് നമ്മുടെ ആയിരിക്കും ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ ഇപ്പോൾ സാധിക്കുകയാണ്. കാരണം ഇവിടെ എല്ലാം ഉണ്ട്. തൃശ്ശൂർ ഇപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ്. കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ നല്ല രസമായിട്ട് അടിച്ചു പൊളിക്കാം. ഭയപ്പെടുത്തിയാൽ ഇവ ചത്തതുപോലെ അഭിനയിക്കുന്നു.
ഇതെന്നെ തിരിച്ചു ഭയപ്പെടുത്തി കേട്ടോ. ഇവിടെ ബോർഡിൽ വെച്ചിട്ടുള്ളത് ഇത് കണ്ടോ? ആ കണ്ടോ, ചെമ്പരന്ത് കൃഷ്ണപ്പരന്ത് ഭയപ്പെടുത്തിയല്ലോ ചത്തതുപോലെ അഭിനയിക്കുന്നു. ഞാനൊന്ന് ഭയപ്പെടുത്തി, അപ്പൊ തിരിച്ച് എന്നെയും ഭയപ്പെടുത്തി. നിങ്ങൾ ചമ്മി ഗൈസ്, അവിടെ ഇരിപ്പുണ്ട് നമ്മളെ തിരിച്ചു ഭയപ്പെടുത്തിയിട്ട്. ഇപ്പോ തല അങ്ങോട്ടാണ്. ഞാൻ കണ്ടു. അതിന്റെ മലയാളം പേരറിയോ? ഹിപ്പോപ്പൊട്ടാമസിന്റെ മലയാളം പേരെന്താ? എന്തുവാ? ചാരക്കൊന്ന. അതാ മരത്തിന്റെ വേറെ ജന്തു. ആരും കേട്ടിട്ടില്ല. ഞാൻ ബ്ലോഗിൽ ഇട്ടേക്ക, ആരും കേട്ടിട്ടില്ല. നിങ്ങളൊന്നും കേട്ടില്ലല്ലോ. പുതിയ പേരാണ്. ശരി, എന്താ മലയാളത്തിൽ എന്താ പറ? ഹിപ്പോപ്പൊട്ടാമസ് മലയാളത്തിൽ ഹിപ്പോപ്പൊട്ടാമസിന്റെ പറയുന്നത്. കമന്റ് ചെയ്യുന്നവർക്ക് പ്രൈസ് ഒന്നുമില്ല. കുളത്തിൽ മുതലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചന്തു ഭയങ്കര സെർച്ചിങ്ങിലാണ്. നോക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ അടിയിലാണ് വന്നിട്ട്, കയറി കിടക്കുന്നില്ല. അപ്പോൾ ജഗ്ഗു എന്ന് വിളിച്ചാൽ അതേ മതിലൊക്കെ ചാടിയിട്ടുണ്ട്. കണ്ടോ? അന്യായം. ഇതിനകത്ത് ജഗ്ഗുവിനെ കാണാനില്ല ഇപ്പോൾ. ഇവരെ ഞങ്ങൾക്ക് പരിചയമില്ല. ചെറുടെ പിടിച്ചോ. എന്താണ് അത്? ഇങ്ങനെ ഡൈവ് ചെയ്തിട്ടേ മീന് പിടിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് വന്നിട്ട് അവിടേക്ക് കാണിച്ച് ഇവിടെ എത്തിയപ്പോൾ ചന്തുവിന് ആ വള്ളിയിൽ കയറി പിടിച്ചേ പറ്റൂ. അനിയത്തിയുടെയും ചേച്ചിയുടെയും പ്രോത്സാഹനവും. പിന്നെ എന്താ ചെയ്യുക, പണി നമുക്ക് തന്നെ. ശില പോലെ ഇളകാതെ നിൽപ്പുണ്ട് കേട്ടോ ചെങ്കണ്ണി.
തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം ചിലതിൻ്റെയൊക്കെ കൂടുതലകത്തേക്ക് ലൈറ്റ് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ക്യാമറയിൽ അത് കാണിക്കാൻ പറ്റില്ല. കൂടുതൽ വന്ന് കാണുന്നത് തന്നെയായിരിക്കും നന്നായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒന്ന് കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ഒരു അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ്. അവർക്കൊരു കുറേ കൗതുക കാഴ്ചയൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരുവിധം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറച്ച് കുഞ്ഞു കാഴ്ചകളും കൂടി ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വ്ളോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.